ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇനി ശിവാനി കേൾക്കണം കേട്ടോ. പ്രണവ് സ്വത്തുക്കളെല്ലാം തിരിച്ച് ഗൗതമിന് കൊടുക്കാനുള്ള ആ ഒരു സത്യം ശിവാനി കേൾക്കുമ്പോൾ ഇനി ശിവാനി അതിലും വലിയ ക്രൂരതയാണ് കേട്ടോ ഇനി പ്രണവിനോട് ചെയ്യാൻ പോകുന്നത്. അങ്ങനെ ശിവാനി അതൊക്കെ കേൾക്കണം. പിന്നീടാണെങ്കിലോ ഇങ്ങനെ ഗൗതമിനെയാണ് കാണിക്കുന്നത്. ഗൗതം ഇങ്ങനെ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട്, അതായത് തന്റെ കൂട്ടുകാരനോട് ചെന്നിട്ട് എനിക്ക് പണം വേണമെന്ന് ആവശ്യപ്പെടുന്നു. അപ്പൊ അയാൾ പറയാണ്, അയ്യോ പണം തരാൻ പറ്റത്തില്ലല്ലോ, പണം ഞാൻ തന്ന് സഹായിക്കാലോ എന്ന് പറയട്ടോ. പക്ഷെ ഞാൻ സഹായിക്കുന്നതിൽ നല്ല ഗൗതം നല്ലൊരു ബിസിനസ്മാൻ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ബിസിനസ്മാൻ തന്നെയാണ്, ആ ബിസിനസ് ചെയ്താൽ എന്താ എന്ന് ചോദിച്ചു ഉടനെ ഗൗതം തന്റെ ജീവിതത്തിൽ ഉണ്ടായ കഥകൾ പറഞ്ഞു കൊടുക്കണം കേട്ടോ. താൻ തന്റെ ഭാര്യ കൊണ്ട് തന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിയതോ താൻ അവിടുത്തെ പുത്രനല്ലെന്നും അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ബിസിനസ് ചെയ്യാൻ ഒരുങ്ങിയാലും അത് വസുന്ധര അറിയുമെന്നും ഒക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം കേട്ടോ. അതുകൊണ്ട് ഇനി എനിക്ക് എന്റെ സ്വന്തം കാലിൽ നിൽക്കണം, എനിക്ക് അവരുടെ സ്വത്തുക്കൾ എന്തായാലും എനിക്ക് വേണ്ട, എന്നാൽ ഞാൻ നിന്നെ കുറച്ച് പണം തന്ന് സഹായിക്കാന്ന് പറയുമ്പോൾ അതൊന്നും വേണ്ട, എനിക്കൊരു ജോലി മതി, താൽക്കാലികത്തിന് എനിക്കൊരു ജോലിയാണ് വേണ്ടത്, അടുത്ത മാസത്തെ വീടിന്റെ റെന്റ് കൊടുക്കണം, അങ്ങനെ പല പ്രശ്നങ്ങളും ഉണ്ട്, അതുകൊണ്ട് എനിക്കൊരു ജോലി വേണമെന്ന് ഇങ്ങനെ ഈ പോലീസുകാരനോട് പറയണം കേട്ടോ. അപ്പൊ ഈ പറയുന്നത് ശരി, ഞാനെന്നാ ഒന്ന് അന്വേഷിക്കട്ടെ ഗൗതം എന്ന് പറഞ്ഞിട്ട്, എന്റെ അറിവിൽ ഒരാളുണ്ട്, രഘുറാം എന്ന് പറയുന്ന ഒരാൾ, അയാൾക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞിരുന്നു, ഞാൻ ഒന്ന് വിളിച്ചു നോക്കട്ടെ. ശരി സാർ, ഒന്ന് വിളിച്ചു നോക്കൂ, ശരി എന്നൊക്കെ പറഞ്ഞിട്ട് ഗൗതം വിളിക്കാൻ പറയണ്ട കേട്ടോ. അങ്ങനെ ഈ SI അയാൾക്ക് വിളിക്കാണ്. ആ സമയം അയാളാണെങ്കിലോ എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോ, നിങ്ങളല്ലേ ഒരാള് ജോലിക്ക് വേണമെന്ന് പറഞ്ഞിരുന്നത്, അങ്ങനെ ഒരാളെന്റെ കയ്യിലുണ്ടെന്ന് പറയണ്ട. അപ്പൊ ഈ സമയം SI അല്ലേ, നിങ്ങൾ വിളിക്കുന്നത് കൊണ്ട് തന്നെ ഞാൻ അയാളുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അന്വേഷിക്കുന്നില്ല, എന്തായാലും അയാൾ എപ്പൊ തന്നെ എന്റെ ജോലി സ്ഥലത്തേക്ക് വിട്ടോളൂ, ഇന്ന് തന്നെ അയാൾക്ക് ഞാൻ ജോലി കൊടുത്തോളാം എന്ന് പറയട്ടോ. അങ്ങനെ SIയോട് ഈ സത്യം ഈ ഒരു രഘുറാം പറയുമ്പോ SI ഇങ്ങനെ ഗൗതമിനോട് പറയാണ് കേട്ടോ, നിങ്ങൾക്ക് ജോലി ഉണ്ട് ഗൗതം, നീ പോയിക്കോ, ഇന്ന ഭാഗത്താണ് അവന്റെ കട വരുന്നത് എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നുണ്ട്. അങ്ങനെ ഗൗതം കയറി ചെല്ലുമ്പോഴാണെങ്കിലോ ഇയാളാണെങ്കിലോ പലിശക്ക് പണം കൊടുക്കുന്ന ഒരാളായിരിക്കും കേട്ടോ. അയാളിങ്ങനെ വേറൊരാളോട് ഇങ്ങനെ സംസാരിക്കാണ്, എനിക്ക് പണം കിട്ടാനുണ്ട്, ഇത്ര സമയത്തിനുള്ളിൽ ഇത്ര പണം നീ അവിടെ നിന്നും വാങ്ങിച്ചു കൊണ്ടുവരണം, അല്ല എങ്കിൽ എന്റെ സ്വഭാവം എന്താണെന്ന് നീ ശരിക്കും അറിയും എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒച്ചയെടുക്കുന്ന ആ ഒരു രംഗമായിരിക്കും കേട്ടോ. അപ്പൊ ഇത് കേൾക്കുമ്പോ തന്നെ ഗൗതം ഇങ്ങനെ ഞെട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ കടന്നു വരട്ടെ എന്ന് ഗൗതം ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ കൈകൊണ്ട് വാ 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 എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഗൗതം അയാളുടെ റൂമിലോട്ട് കയറി വരികയാണ്. പിന്നീട് തന്റെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ, തന്റെ ഒരു ഫയലുകൾ, തന്റെ എന്തൊക്കെയാണ് എന്നുള്ള ആ ഒരു ഫയലുകൾ ഇങ്ങനെ കാണിച്ചു കൊടുക്കുമ്പോ, ഇവിടെ നിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊന്നും വേണ്ട, നിനക്ക് ഡിഗ്രി ഉണ്ടോ ഡിപ്ലോമ ഉണ്ടോ ഒന്നും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല, ഇവിടെ ഇപ്പൊ എന്റെ ആവശ്യം നീ ഒരു കരുത്തനാണോ എന്നുള്ളതാണ്. നിനക്ക് ഒരു പണം തന്നു കഴിഞ്ഞാൽ അത് സൂക്ഷിച്ച് നീ ആരുടെ അടുത്ത് എത്തിക്കാൻ പറഞ്ഞോ, അവിടെ എത്തിക്കാനുള്ള കഴിവുണ്ടോ എന്നാ എനിക്കറിയേണ്ടത്. അത് കേട്ടോടെ തന്നെ തീർച്ചയായും എനിക്ക് അതിനുള്ള കഴിവുണ്ടെന്ന് പറയണേട്ടാ. അങ്ങനെ ഗൗതം ഈ ഒരു വാക്ക് പറയുമ്പോ ഒരുപാട് സന്തോഷത്തോട് കൂടിയിട്ട് ആ പണം അയാളിൽ നിന്ന് വാങ്ങാണ്. ഒരു 25,000 രൂപ അയാൾ കൊടുക്കുകയാണ്. എന്നിട്ട് പറയണേ, ഇത് ഇന്ന ഭാഗത്ത് ഇന്ന ആളുടെ അടുത്തോട്ട് നീ ഇത് കൊണ്ടു കൊടുക്കണം എന്ന് പറയുന്നത്. തീർച്ചയായും ഞാൻ എത്തിച്ചിട്ട് സാറിനെ വിളിക്കാതെ പറഞ്ഞിട്ട് ഗൗതം സന്തോഷവാനായി അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അപ്പൊ ഗൗതം ഇങ്ങനെ ഭയങ്കര സങ്കടമുണ്ട്, നിധിയെ ജോലിക്ക് വിട്ട് താൻ വീട്ടിനുള്ളിൽ ഇരിക്കുന്ന ആ രംഗം ആലോചിച്ചിട്ട് ഗൗതം നല്ല സങ്കടം ഉണ്ട് കേട്ടോ. അങ്ങനെ ഗൗതം എന്ത് ചെയ്യുന്ന, നിധിയെ ജോലിക്ക് വിട്ടിട്ട് താൻ പോകുന്ന ആ ഒരു കുറ്റബോധം തന്റെ ഉള്ളിലുണ്ടാകുമ്പോൾ ഗൗതമിന് ജോലി കിട്ടുമ്പോൾ നിധിക്ക് വിളിച്ച് പറഞ്ഞെങ്കിലോ തീർച്ചയായും നിധിയോട് പറഞ്ഞു കഴിഞ്ഞാൽ നിധിക്ക് ഇത് സന്തോഷമാവും. അത് വേണ്ട, നിധിക്ക് അത് കേട്ടാൽ ചിലപ്പോൾ സങ്കടമാവും. അപ്പൊ എന്നാലും വേണ്ടില്ല, നിധിക്ക് വിളിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിധിക്ക് വിളിക്കുകയാണ് കേട്ടോ. അപ്പൊ നിധിയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെ അവരുടെ ആ ഒരു പരിപാടിയൊക്കെ ചെയ്തു കൊടുക്കുകയാണ്. അവർ പാർക്കിൽ ഇറങ്ങിയത് കൊണ്ട് തന്നെ അവരെങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയമായിരിക്കും കേട്ടോ. അങ്ങനെ നിധി ഫോൺ എടുക്കുകയാണ്. നിധി ഫോൺ എടുത്തിട്ട് ഹലോ ഗൗതം, എന്താ വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ, നീ എന്താടോ അവിടെ ചെയ്യുന്നത്, അത് പിന്നെ എന്ന് പറയുമ്പോ അവിടെ എന്താടോ നിനക്ക് പറയാൻ ഇത്ര മടി എന്ന് ഗൗതം ചോദിക്കുന്നുണ്ട്. എനിക്ക് പറയാൻ പറ്റില്ലല്ലോ ഗൗതം, നിന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ നിനക്ക് വിഷമാവില്ലേ, ഞാനിവിടെ ആയപ്പടിയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായും വിഷമാവും എന്നിങ്ങനെ നിധി ചിന്തിക്കുക. ഗൗതം പറയാം, എനിക്ക് മനസ്സിലായി നീ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്ന സമയമാണല്ലേ, അതുകൊണ്ടായിരിക്കില്ലേ നീ മറുപടി പറയാൻ മടിക്കുന്നത്, എന്തായാലും കുഴപ്പമില്ല, ഞാൻ പിന്നെ വിളിച്ചോളാം, നീ വിളിച്ച സമയം വിളിച്ച സമയം തെറ്റായി പോയി, ഞാൻ വെച്ചേക്കിട്ടെ എന്ന് പറയുമ്പോ എല്ലാ ഗൗതം അത് കുഴപ്പമില്ല, നീ പറഞ്ഞു എന്ന് പറയണ്ട. അപ്പൊ ആ സമയം ഗൗതം പറയണേ, നിധി ഞാൻ വിളിച്ചത് ഇന്ന് നീ നേരത്തെ എത്തണം. അതെന്താ ഗൗതം ഇന്നത്തെ വിശേഷം, അതൊക്കെ ഉണ്ടെന്ന് കൂട്ടിക്കോ, ഇന്ന് നീ നേരത്തെ എത്തണം, എന്നിട്ട് നമുക്ക് 2 പേർക്കും കൂടിയിട്ട് ഒരു സിനിമയൊക്കെ കണ്ട് ഹോട്ടലിൽ പോയി വയറ് നിറച്ച് ഫുഡും കഴിക്കണം എന്നൊക്കെ പറയുമ്പോ, എന്താ ഗൗതം ഇത്, ആടോ എന്റെ ആഗ്രഹം, നീ എത്തില്ലേ, തീർച്ചയായും എത്താന്ന് പറയണ കേട്ടോ. അങ്ങനെ ഫോൺ കട്ടാക്കുന്നുണ്ട്.
അങ്ങനെ ഗൗതമാണെങ്കിലോ ഈ പറഞ്ഞ അഡ്രസ്സ് ഇവിടെ തന്നെയാണല്ലോ, ഇതിൽ ഏതാപ്പോ വീട് എന്നിങ്ങനെ ആലോചിച്ച് ഗൗതം ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗൗതമിന്റെ കണ്ണിലോട്ട് ഒരുത്തം വന്നിട്ട് മണ്ണ് വാരിയിടുന്ന ഒരു രംഗാണ് കേട്ടോ. ഇനി മുളകും പൊടി ആവോ എന്നും പറയാൻ പറ്റില്ല കേട്ടോ. ഇവിടെ പ്രമോള അങ്ങനെയാണ് കണ്ടത്. അപ്പോ അങ്ങനെ ആ ഒരു വാരിയിടലും പിന്നീട് ഗൗതമിന്റെ കയ്യിൽ നിന്നോ ഈ പണവും അഡ്രസ്സും വാങ്ങിക്കൊണ്ടുപോകുന്നു ആ ഒരു രംഗാണ് കേട്ടോ. അപ്പൊ ഗൗതം കണ്ണു തുറക്കുമ്പോഴേക്കും തന്റെ പണം എല്ലാം പോയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഗൗതം വിടാ എന്നൊക്കെ പറഞ്ഞ് അയാളുടെ നേർക്ക് എടുക്കാൻ ഒരുങ്ങിയെങ്കിലും പക്ഷെ അയാളെ ഗൗതമിന് കിട്ടില്ല കേട്ടോ. അങ്ങനെ പിന്നീട് ഈ കാണിക്കുന്ന ഗൗതമിനെ ഏൽപ്പിച്ച ഈ രഘുറാമിനെ തന്നെയാണ്, അതായത് പലിശക്കാരനെ തന്നെയാണ്. അയാള് ചോദിക്കുന്നുണ്ട് എന്ത് പണവുമായി അവൻ എത്തിയില്ലെന്നോ. എന്നാ ഞാൻ അവനെ ഇപ്പൊ വിളിച്ചു നോക്കട്ടെ, അവൻ പണവുമായി എത്തിയില്ലെന്നോ, എന്താ ഈ പറയുന്നത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഗൗതം കാണാ ഇയാളുടെ ഓഫീസിലോട്ട് കയറുന്നത്. അപ്പൊ ഈ ഒരു പലിശക്കാരൻ ഗൗതമിനോട് അങ്ങ് ദേഷ്യപ്പെടുകയാണ്. ഏടാ നിന്റെ അടുത്ത് ഞാൻ പണം നിന്നിട്ട് നീ എന്താടാ കാണിച്ചതെന്ന് ചോദിക്കാനിട്ട. അത് കേട്ടോടെ തന്നെ ഗൗതം പറയാണ്, സാർ ഞാൻ പണവുമായി പോകുന്ന വഴിക്ക് എന്നെ ഒരാള് എന്റെ മുഖത്തോട്ട് ഇങ്ങനെ പൊടിവാരി എറിഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് പണം കൊണ്ടുപോയി. എടോ തന്റെ ഡയലോഗ് കേൾക്കാനല്ല തന്നെ ഞാൻ ഈ പണം ഏൽപ്പിച്ചത്. എന്റെ പണം നിന്റെ കയ്യിൽ ഞാൻ തന്നിട്ടുണ്ടെങ്കിൽ അത് ഉത്തരവാദിത്തത്തോടു കൂടി ഞാൻ പറഞ്ഞ സ്ഥലത്തോട്ട് എത്തിച്ചില്ലെങ്കിൽ എന്നിൽ നിന്ന് കിട്ടുന്ന ശിക്ഷ എന്താന്ന് നിനക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒച്ചയെടുക്കാൻ കേട്ടോ. അത് കേൾക്കുന്ന ഗൗതം, സാറ് എനിക്ക് പെട്ടെന്നുള്ള അറിവില് അതോടോ തന്നോട് ഞാൻ ഇതന്നെ പറഞ്ഞത്. ഇപ്പോഴത്തെ എന്റെ ഡ്യൂട്ടി ഇങ്ങനെയാണ്, ഇവിടെ അലിവ് സ്നേഹം എന്നൊന്നും എന്നിലില്ല. അതുകൊണ്ട് തന്നെ താൻ ഇപ്പൊ തന്നെ എന്റെ ആ പൈസ 25,000 രൂപ എനിക്ക് തരണമെന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന ഗൗതം പറയണേ, അയ്യോ എന്റെ 25,000 പോയിട്ട് 1 രൂപ പോലും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ഗൗതമിന്റെ കയ്യിൽ നിന്ന് വാച്ചും മൊബൈലും അതുപോലെ ഗൗതമിന്റെ ഫയലുകളൊക്കെ പേടിച്ചു വെക്കാനായിട്ട്. ഇതേ സമയം ഗൗതം ആകെ നിസ്സഹായനായി നിൽക്കാണ്. അപ്പൊ ആ സമയം ഗൗതമിനോട് പറയുന്നുണ്ട്, അതെ നീ ഈ പണം കൊണ്ടുവന്ന് തന്നാൽ മാത്രം നിനക്ക് പിന്നെ ഈ സാധനങ്ങൾ തരുള്ളൂ. അതും ഇന്ന് കുറച്ച് സമയത്തിനുള്ളിൽ കൊണ്ടുവരണം. അത് കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നിന്നെ ഇവിടെ ജോലിക്ക് പറഞ്ഞയച്ച ആ ഏമാനില്ലേ പോലീസുകാരൻ, അവന് ഞാൻ വിളിക്കും. അയ്യോ അവർക്ക് വിളിക്കരുത്, അവരറിഞ്ഞു കഴിഞ്ഞ് തീർച്ചയായും അവർ പ്രശ്നമാവും, അത് വേണ്ട എന്ന് പറയണേ. അപ്പൊ അതിനിടയ്ക്ക് ഗൗതം പറയുന്നത്, നമുക്കിത് കേസ് കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും ഈ പണം കൊണ്ടുപോയത് ആരാണെന്ന് അറിയാൻ കഴിയില്ലേ, അപ്പൊ നമുക്കിത് കേസ് കൊടുത്താലോ എന്ന് ചോദിച്ചോടെ തന്നെ പറയണേ. കേസ് കൊടുക്കാൻ പറ്റിയ സ്ഥാപനമാണോടോ എന്നെ കൊടുക്കാനുള്ള തന്ത്രവുമായാണ് നീ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് ഗൗതമിന് ഒച്ചെടുത്ത് അവിടെ നിന്ന് ആട്ടി ഇറക്കുന്നുണ്ട്. അങ്ങനെ ഗൗതമിനോട് ഇത്ര മണിക്കൂറിനുള്ളിൽ പണം തന്നില്ലെങ്കിൽ SIയെ അറിയിക്കുമെന്നും പറഞ്ഞിട്ട് അയാളിൽ നിന്ന് ഞാൻ ആ പണം വാങ്ങുമെന്ന് പറഞ്ഞിട്ട് ഗൗതമിനെ ഇറക്കി ഇടുമ്പോൾ ഗൗതം ആകെ പ്രതിസന്ധിയിലാവാനിട്ട്. ഈശ്വര ഞാൻ എന്താ ചെയ്യുക, ഞാൻ എവിടുന്ന് ആ പണം എടുത്ത് നൽകുമെന്ന് ആലോചിച്ച് ഗൗതം ഇങ്ങനെ ടെൻഷനോട് കൂടി നിൽക്കുമ്പോഴാണ് തന്റെ മുന്നിലോട്ട് നിധി കടന്നു വരുന്നത് കേട്ടോ. അതായത് നിധി വീട്ടിൽ കയറിയതിനു ശേഷം നിധി ഒരു ബുക്കും പൈസകളുമായി വന്നിട്ടുള്ള ആ ഒരു രംഗം കേട്ടോ. അത് കാണുമ്പോൾ ഗൗതം വന്ന് കളിയാക്കുന്നുണ്ട്. സാധാരണ കിച്ചണിൽ നിന്ന് എല്ലാവരും കയറി വരുമ്പോൾ ഭക്ഷണവുമായിട്ടാ വരുന്നത്, നീ എന്താ പൈസയും ബുക്കുമായി വരുന്നതെന്ന് പറയുമ്പോൾ നിധി പറയണേ, ഗൗതം ഇത് 10,27,000 രൂപ എന്റെ കയ്യിലുണ്ട്. ഇത് നീ ഗൗതം നീ എന്തായാലും ബാങ്കിൽ കൊണ്ടുപോയിടണം. ഇത് സ്വർണം വിറ്റ പണത്തിന്റെ ബാക്കിയാണ്. അപ്പൊ അത് നീ കൊണ്ടുപോയിടണം. ഇത് നിനക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വരിക, ബിസിനസ്സിന് എന്തെങ്കിലും ആവശ്യങ്ങളോ ബുദ്ധിമുട്ടൊക്കെ വരുന്ന സമയത്ത് നിനക്ക് പണമില്ലാതെ നീ ഒരിക്കലും ഗൗതം ബുദ്ധിമുട്ടരുത്, അതുകൊണ്ടാണ് ഈ പണം തരുന്നതെന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ ആ സമയം ഗൗതമിന് തീർച്ചയായും SIയെ ഈ വിവരങ്ങൾ ഈ രഘുറാം അറിയിക്കുന്നതിന് മുന്നേ ഞാൻ ഈ പണം അയാൾക്ക് നൽകുകയാണ്. അതുകൊണ്ട് നിധിയോട് ചോദിച്ചെങ്കിലും അതിന് നിധിയോട് ചോദിക്കാൻ അയാൾ എന്റെ മൊബൈലും മേടിച്ചു വെച്ചല്ലോ. ഈശ്വര ഞാൻ ഇനി എന്താ ചെയ്യാന്ന് ഞാൻ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ സമയം അത് വേണ്ട, എന്റെ നിധി എത്രയോ കഷ്ടപ്പെട്ട് താലി വിറ്റുണ്ടാക്കിയ ആ പണം ഒരിക്കലും ഞാൻ അത് എടുക്കാൻ പാടില്ല എന്ന് ഗൗതമിന് തോന്നുമ്പോ ഉടനെ അവിടെ ഗൗതം അത് വേണ്ടെന്ന് വെക്കുമ്പോ പിന്നീട് ഗൗതമിന്റെ മനസ്സിൽ വീണ്ടും കടന്നു വരികയാണ്, വേണ്ട ഞാൻ അധികം നേരം നിന്ന് കഴിഞ്ഞാൽ അയാൾ ആ SIയെ വിവരം അറിയിക്കും. അപ്പൊ അതുകൊണ്ട് നിധി നീ എന്നോട് ക്ഷമിക്കണം, ഞാൻ ഇയാൾക്ക് 25,000 രൂപ കൊടുക്കട്ടെ എന്ന് പറയണ്ട. അപ്പോഴേക്കും ഈ പലിശക്കാരൻ പുറത്തോട്ട് ഇറങ്ങി വരണേ, എന്താണോ താൻ എന്റെ ബ്രാഞ്ചിൽ നിന്ന് തന്നെ എന്റെ ഓഫീസിന് മുന്നിൽ നിന്ന് തന്നെ നീ തിരിഞ്ഞു കളിക്കുന്നത്, ഇനി അടുത്ത പണം മുക്കാനുള്ള പരിപാടിയാണോ എന്ന് ചോദിച്ചോടെ തന്നെ ഗൗതം പറയാം, അല്ല എന്റെ മൊബൈൽ നിങ്ങൾ തരുമോ, എന്തിന് നിന്റെ മൊബൈൽ തരണം, നീ പണം കൊണ്ടുപോവാ, പണം നിങ്ങളുടെ പേരിൽ അയച്ചു തരാൻ തന്നെയാണ് എന്റെ മൊബൈൽ തരുമോ എന്ന് ചോദിച്ചത്. ഓൺലൈൻ ട്രാൻസ്ലേഷൻ നടത്താനാണെന്നും പറഞ്ഞിട്ട് അയാളുടെ കയ്യിൽ നിന്നും ആ ഒരു മൊബൈൽ വാങ്ങുമ്പോൾ അയാൾ പറയുന്നത്, നീയല്ലേ പറഞ്ഞ് നിന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല കള്ള, അപ്പൊ എങ്ങനെ നിന്റെ കയ്യിൽ പണം വന്നു എന്ന് ചോദിക്കുമ്പോൾ ഗൗതം ഒന്നും ഇടാതെ അയാൾക്ക് ഇന്ന അഡ്രസ് അല്ലേ എന്ന് പറഞ്ഞ് അയച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഗൗതം തന്റെ ഫയലും മൊബൈലൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് ഇറങ്ങാണ്. വളരെ വിഷമത്തോടു കൂടിയാണ് ഗൗതം ഇറങ്ങുന്നത്. ഈശ്വര എന്റെ നിധിയുടെ പണം പോയല്ലോ, ആ താലി വിറ്റ പണം അത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു എന്ന കുറ്റബോധം
ബോധത്തോട് നെഞ്ചു പൊട്ടുന്ന വേദനയുമായി ഗൗതം അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. ആ സമയം ഗൗതം ഇറങ്ങുമ്പോൾ പിന്നെ മുന്നിലോട്ട് കയറി വരുന്നത് ഒരു വണ്ടിയായിരിക്കും. ആ വണ്ടി ഗൗതമിന് ഇടിച്ചു എന്ന പരുവത്തിലാവണം. അപ്പോൾ ഗൗതം ദേഷ്യപ്പെട്ടു അയാൾക്ക് മുന്നിലാണ് ചെല്ലുമ്പോൾ തന്റെ മുന്നിലോട്ട് വരുന്ന ചന്ദ്രബോസ് ആയിരിക്കട്ടോ. ചന്ദ്രബോസിനെ കണ്ട ഉടനെ CKC ആയിരിക്കട്ടോ. CKCയെ കണ്ട ഉടനെ ഗൗതമിനെ അങ്ങ് ദേഷ്യം പിടിക്കുകയാണ്. എടാ തോൻ എന്താടേ കാണിക്കുന്നത്? എടാ നീ എവിടെ പോകുന്നു? അവിടേക്ക് ഞാനുണ്ട്. എന്തിനാണോ നീ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത്? എടാ നീ ഒരു ജോലിക്ക് വേണ്ടി തെണ്ടുകയാണെന്നറിയാം, എന്നാൽ നീ ഒരു ജോലി എടുക്കത്തില്ല. നീ പിച്ച എടുത്ത് ജീവിക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം. ആ പിച്ച എടുക്കണം, അത് തന്നെയാണ് ഞാൻ നടക്കുന്നത്. എടാ താൻ ആ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല, അത് നടക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ഗൗതം പറയുമ്പോൾ എടപ്പോ താൻ എന്താടോ കണ്ടത്? എടാ പിള്ളേരെ ഇങ്ങനെ ഇറങ്ങി വാ എന്ന് പറഞ്ഞിട്ട് തന്റെ വണ്ടിയിൽ നിന്ന് ആ 2 ഗുണ്ടകളെ ഇറക്കുമ്പോൾ ഗൗതമിന്റെ കയ്യിൽ നിന്നും പണം തട്ടിയെടുത്ത അവന്മാരായിരിക്കട്ടെ. അവന്മാരെ കണ്ടോടെ തന്നെ ഗൗതം കൈവെക്കാൻ ഒരുങ്ങുമ്പോൾ CKC പറയണേ നീ അവനെ കൈവെക്കാനൊന്നും ഒരുങ്ങണം, നാണം കിടുന്നത് നീ തന്നെയായിരിക്കും. അതുകൊണ്ട് നീ എവിടെ ജോലിക്ക് കയറിയാലും അവിടേക്ക് ഇതുപോലെയുള്ള എന്റെ ആളുകൾ വരും. നീ ഒരിക്കലും ജോലി എടുക്കില്ല, നീ പിച്ച എടുത്ത് ജീവിക്കുന്നത് കാണാനാണ് എന്റെ ആഗ്രഹം എന്ന് പറയുമ്പോൾ ഗൗതം പറയണേ ഇത് എനിക്ക് എന്റെ ഭാഷയാണ്. അപ്പോൾ ഉടൻ തന്നെ എടാ തന്തയില്ലാത്തവൻ, നിനക്ക് തന്തയില്ല, നിന്റെ തന്ത ഏതാണെന്ന് നിനക്ക് പോലും അറിയില്ല എന്ന് CKC പറയുന്ന കേട്ടോ. അത് കേൾക്കുന്ന ഗൗതം നന്നായി ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എടാ എന്ന് പറഞ്ഞ് ഗൗതം CKCയെ അടിക്കാൻ ഒരുങ്ങുമ്പോൾ എടാ തന്തയില്ലാത്തവനെ, നിന്റെ തന്ത എങ്ങനെ നിന്നെ ഉണ്ടാക്കിയെന്ന് പോലും നിനക്കറിയില്ല, നിന്റെ അമ്മ ആരെന്ന് അച്ഛൻ ആരെന്ന് അറിയാത്ത നിനക്ക് ഒരു ജോലിയും കിട്ടാൻ ഞാൻ സമ്മതിക്കില്ലടാ. തെരുവിലെ നായ്ക്കളെ പോലെ നീ തെരുവ് നായെ പോലെ ഇങ്ങനെ തിരിഞ്ഞു നടക്കുന്നത് കാണാനാണ് എനിക്കിഷ്ടം എന്ന് പറയുമ്പോൾ ആ ഗതി നിന്നെ ഞാൻ വരുത്തോടാ എന്ന് ഗൗതം പറയണം. ആ ഗതി നിനക്ക് ഞാൻ വരുത്തും, നീ ചെവിയിൽ നുള്ളിക്കോ. കുറച്ച് നാൾ നിനക്ക് ഈ പ്രൗഢിയോടുകൂടി നിനക്ക് നടക്കാൻ പണവും പ്രതാപമൊക്കെ എന്നിലുണ്ടാവും, എന്നാൽ അതെല്ലാം നിന്നെ ഒരു ഭാഗത്ത് ഇരുത്തി നീ തെരുവ് നായെ പോലെ ഗതികിട്ടാത്ത ആത്മാക്കളെ പോലെ നീ നടക്കുന്നത് ഞാൻ കാണിച്ചു തരാടാ എന്ന് ഗൗതം പറയുന്നൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്.